സംസ്ഥാനത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയ കേസിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി മുപ്പിലി രാജയെ തൊടുപുഴ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തേക്കും. നിലവിൽ ഈരാറ്റുപേട്ടയിൽ റിമാൻഡുള്ള പ്രതി മുട്ടം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാകും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയെ തൊടുപുഴ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. സജോ ദേവസ്യയുടെ വിവരങ്ങൾ നൽകാൻ. സജോ, വിശദാംശങ്ങൾ. ശ്രുതി ഷിഹാസ്, അതായത് ഈ കേസിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതായത് നവജാത ശിശുക്കളെ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നു എന്ന് വെച്ചാൽ അത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ള കേസാണ്. അങ്ങനെ ഒരു കേസിലാണ് തമിഴ്നാട് സ്വദേശി മുപ്പിലി രാജ നിലവിൽ റിമാൻഡിലായിരിക്കുന്നത്. അതായത് മറ്റൊരു കേസ് പ്രധാനമായും കാണേണ്ടത് തൊടുപുഴയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള യുവതിയെ എത്തിക്കുന്നു. ആ യുവതി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഗർഭിണിയായിരിക്കെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവം നടക്കുന്നു. ആ കുഞ്ഞിനെ കൊല്ലം ത്തുള്ള ആളുകൾക്ക് കൈമാറുന്നു. ഇതാണ് ആ കേസിന്റെ ഒരു സ്വഭാവം. നിലവിൽ ഇയാൾ ഈരാറ്റുപേട്ടയിലെ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. അപ്പോൾ ഇയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. വിവിധ ജില്ലകളിൽ, കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ യുവതികളെ തമിഴ്നാട്ടിൽ നിന്ന്, അതായത് ഗർഭിണികളായ യുവതികൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നു. ഇവിടെ പ്രസവവും മറ്റും നടക്കുന്നു. ആ നവജാത ശിശുക്കളെ കേരളത്തിൽ വിൽപ്പന നടത്തുന്നു. ഇതാണ് ഈ കേസിന്റെ ഒരു സ്വഭാവം. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ്? ഇതിലൊരു റാക്കറ്റ് ഉണ്ടോ? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? എന്താണ് പ്രതിഫലം വാങ്ങുന്നത്? ആർക്കാണ് വിൽപ്പന നടത്തുന്നത്? എന്ന് തുടങ്ങിയുള്ള വിശദമായ അന്വേഷണം വേണം എന്നാണ് തൊടുപുഴ പോലീസ് പറയുന്നത്. നേരത്തെ ആദ്യമുണ്ടായ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റും റിമാൻഡും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ വിപുലമായി ഇത്തരം സംഭവങ്ങൾ ഒരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും സംശയമായും നിഗമനമായും ഒക്കെ ഉയരുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് തൊടുപുഴ പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.